ഒരു നല്ല കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് ഗംഭീരമായിട്ടുള്ള നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. 8 മുടികൾ നിറഞ്ഞ അഷ്ടമുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള യാത്ര. സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാകാതെ കുറഞ്ഞ ബജറ്റിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന അഷ്ടമുടി കാണാൻ സാധിക്കുന്ന ഒരു യാത്ര. സി അഷ്ടമുടി എന്ന വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബോട്ടിലെ ജീവനക്കാരുടെ ഈ അതിഗംഭീരമായിട്ടുള്ള വിവരണം കേട്ടുകൊണ്ട് ആദ്യം കാണാൻ പോകുന്നത് തേവള്ളി പാലമാണ്. അതിനുശേഷം പഴയകാലത്തെ വിളക്ക് മാടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിളക്കുമരമുണ്ട്. തൊട്ടു പിന്നാലെ നീണ്ടകര പാലം കാണാൻ സാധിക്കുന്നു. അതിനുശേഷം സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന കൊല്ലത്ത് ഏറ്റവും പ്രകൃതിരമണീയമായിട്ടുള്ള സാമ്പ്രാണിക്കൊടിയുടെ കാഴ്ചകൾ കണ്ടുപോകാൻ സാധിക്കും. അതിനുശേഷം പെരിങ്ങാമടക്കമുള്ള മണ്ടോത്തുരത്തടക്കമുള്ള മണ്ടോത്തുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഗംഭീര യാത്രയാണ് ഈ സി അഷ്ടമുടി എന്ന് പറയുന്ന 400 രൂപ മാത്രം ചെലവിൽ വരുന്ന ആ യാത്രയിൽ ഒരുക്കിയിരിക്കുന്നത്. തേവള്ളി പാലം ഇത് കൊല്ലത്തിനെ കടമ്പൂരിനെ ബന്ധിപ്പിക്കുന്ന റോഡ് മാർഗം പാലമാണ്. അഷ്ടമുടിയുടെ ജലഹൃദയത്തോടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ സ്ഥലം അഷ്ടമുടിയുടെ ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലത്തു കൂടിയാണ് നമ്മൾ. അത് ചീനവലകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും ഈ കാഴ്ചകൾ കാണുന്ന ആൾക്കാരാണ് ഈ ബോട്ടിൻ്റെ സ്രാങ്കും മറ്റ് ജീവനക്കാരൊക്കെ ഉണ്ട്. മണ്ടോത്തുരുത്തുകാരനായിട്ടുള്ള രഞ്ജിത്താണ് സ്രാങ്ക്. എല്ലാ ദിവസവും ഓരോ കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കാണാൻ വരുന്നു. എങ്ങനെയുണ്ട് ഓരോ ദിവസവും? അതീവ ഗംഭീരം എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം എല്ലാ ദിവസവും ഞാനൊരു പ്രകൃതി സ്നേഹി കൂടിയാണ്. അപ്പം നമുക്ക് ഈ പ്രകൃതിയെ എത്രത്തോളം അടുത്തറിയാനും കായലിനെ എത്രത്തോളം വളരെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരു ജോലി സാധാരണക്കാർക്കൊക്കെ അവരുടെ കൊക്കിലൊതുങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് കാലിയാവാതെ ഉള്ളൊരു യാത്ര അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആ ഒരു രൂപയ്ക്ക് ഇത്രയും മനോഹരമായ കാഴ്ച, 5 മണിക്കൂർ, അതിനിടയ്ക്ക് കുടുംബശ്രീയുടെ ഭക്ഷണം, അങ്ങനെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് നമുക്ക് നമ്മുടെ ബോട്ടിന്റെ ഇടത് സൈഡിൽ അഷ്ടമുടിയുടെ ഇഷ്ടതീരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊല്ലത്തെ ഏറ്റവും പ്രകൃതിരമണീയമായ പ്രദേശമാണ് മണ്ടോത്തുരുത്ത്. ആ മണ്ടോത്തുരത്തിലേക്ക് നമ്മുടെ യാത്ര എത്തിയിരിക്കുകയാണ്. മണ്ടോത്തുരത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമായിട്ടുള്ള പെരിങ്ങോലൻ ദ്വീപാണ് നമ്മൾ കാണുന്നത്. പല ദ്വീപുകൾ ചേർന്ന പ്രദേശമാണ് മണ്ടോത്തുരുത്ത്. ആ മണ്ടോത്തുരത്തിലെ പെരിങ്ങോലൻ ദ്വീപും കാക്കത്തുരുത്തും ഒക്കെ കണ്ടാണ് ഈ കാഴ്ച ഇങ്ങനെ, ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് ഭക്ഷണം പാചകം ചെയ്തത്. നല്ല നാടൻ ഭക്ഷണമാണല്ലേ? എല്ലാ ദിവസവും നിങ്ങളാണ് കൊടുക്കുന്നത്? ഞങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് സ്പെഷ്യൽ ചെയ്ത് കൊടുക്കും. ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, എല്ലാം ഉണ്ട്. കപ്പ ഉണ്ട്, കരിമീനുണ്ട്. നമ്മുടെ അഷ്ടമുടി കായലിൽ കിട്ടുന്ന എല്ലാ മത്സ്യങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. സാധ്യ ടേസ്റ്റ് കേട്ടോ. അതായത് കൊല്ലത്തെ കാഞ്ഞിരോട് കായലിലെ കരിമീനാണ് ഏറ്റവും രുചിയുള്ള കരിമീൻ എന്ന് പറയുന്നത്. ആ കരിമീൻ അടക്കമുള്ള ഭക്ഷണങ്ങൾ ആണ് ഇവിടെ ലഭിക്കുന്നത്. കുടുംബശ്രീയിലെ സഹോദരിമാർ പാചകം ചെയ്യുന്ന നല്ല നാടൻ ഭക്ഷണം ഈ സി അഷ്ടമുടിയിൽ ലഭിക്കുന്നുണ്ട്. നല്ല ഫുഡാണ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു പ്രീതിയാണ് നമുക്കുണ്ടാകുന്നത്. എന്തൊക്കെയുണ്ട്? കരിമീൻ ഫ്രൈ ഉണ്ട്, കരിമീൻ വറുത്തുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, സാമ്പാർ, പുളിശ്ശേരി എല്ലാം ഉണ്ട്. അതായത് നല്ല ഭംഗിയുള്ള കാഴ്ച, നല്ല ഭംഗിയുള്ള ഭക്ഷണമാണ്. അതെ അതെ അതെ. അതാ മൺട്രോത്തുരുത്തിന്റെ മനോഹര കാഴ്ചകൾ കാണുന്ന വഴിക്ക് ഇതാ പെരുമൺ പാലത്തിലൂടെ വന്ദേ ഭാരത് കടന്നു പോകുന്നു. മനോഹരമായ ഒരു കാഴ്ച. कहता है मन अपना मिलन ये प्यार का इजहार है, कहो ना प्यार है, कहो ना प्यार है. ബോട്ടിന്റെ സ്ലാങ്ങും മറ്റ് ജീവനക്കാരും കാക്കിക്കുള്ള കലാകാരന്മാരെന്ന് പറയില്ലേ, അതുപോലെയാണ്. നന്നായി പാടും, കവിതയിലും, വേണമെങ്കിൽ ഡാൻസ് കളിപ്പിക്കും അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ രീതി? നമ്മളത് ഒരു വൈബ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. സാമ്പ്രാണിക്കൊടിയിലേക്കാണ് അവസാന യാത്ര. സാമ്പ്രാണിക്കൊടിക്ക് എതിരെയുള്ള സർക്കാരിൻ്റെ ബോട്ട് ജെട്ടിയിൽ ഈ സി അഷ്ടമുടിയുടെ ബോട്ട് നിർത്തും. അതിനുശേഷം DGPC അനുവദിക്കുന്ന ബോട്ടുകളിലാണ് നേരെ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്നത്. അങ്ങനെ സാമ്പ്രാണിക്കൊടിയും കണ്ട് യാത്ര അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. വാളകത്ത് CSI SSSലെ അധ്യാപകരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. കൊല്ലക്കാരിയാണ്, ആദ്യമായിട്ട് വരുന്നത് അല്ലേ? ഈ യാത്ര ആദ്യമായിട്ടാണ്. സാമ്പ്രാണിക്കൊടി വന്നിട്ടുണ്ട്, പക്ഷേ സി അഷ്ടമുടിയിൽ ആദ്യമായിട്ടാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്കൂൾ അധ്യാപകരുമായിട്ട് ചേർന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സാമ്പ്രാണിക്കൊടി മാത്രമായിട്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് നല്ല സന്തോഷകരമായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടോ നേരത്തെ? ആദ്യമായിട്ടാണ് വന്നത്. ഇവിടെ ഗംഭീരമായിട്ട് ഡാൻസ് കളിച്ച് തളർന്നിരിക്കുന്ന സരിത ചേച്ചി ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ യോഗയ്ക്ക് പോകുന്നു. അപ്പൊ എല്ലാം കൂടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഇവിടെ ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് വൈബ്? അടിപൊളി. ഇവിടുത്തെ ഏറ്റവും മികച്ച ഡാൻസുകാരി മോളിഞ്ഞോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ സി അഷ്ടമുടിയിൽ. എവിടെ വീട്? തങ്കശ്ശേരി, കൊല്ലം തങ്കശ്ശേരി. തങ്കശ്ശേരിലാണോ? ഇത്രയും അടുത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പൊളിച്ച് തകർക്ക് വരുന്നല്ലോ. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഇങ്ങനെ പാട്ടൊക്കെ കിട്ടുമ്പം ഇവിടെ കപ്പൊന്നുമില്ല, അനുമോദനം മാത്രമേ ഉള്ളൂ. അതായത് ഡാൻസ് പഠിച്ചിട്ടുള്ള സരിത ചേച്ചിയും ഡാൻസ് ഒട്ടും അറിയാത്ത 9ാം ക്ലാസ്സുകാർ ലേ അടക്കമുള്ള ആൾക്കാരെ തുള്ളിച്ചാടിക്കുന്ന അതിമനോഹരമായ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതിഗംഭീരമായിട്ട് വളരെ കുറഞ്ഞ നിരക്കിൽ കൃത്യമായി അഷ്ടമുടിയുടെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു ജലഗതാഗത വകുപ്പിൻ്റെ ഗംഭീര പ്രോജക്റ്റാണ്. ഇതിന് സമാനമായി ആലപ്പുഴ കുട്ടനാട്ടിലും സി കുട്ടനാട്, വേഗ തുടങ്ങിയ ബോട്ടുകൾ കുട്ടനാട് കാണാൻ സാധിക്കും. അങ്ങനെ അതിഗംഭീരമായി വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഈ കായൽ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ക്യാമറമാൻ അഖിലിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.